അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ ജീവനൊടുക്കിയ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ നിർണായക CCTV ദൃശ്യം പുറത്ത്. പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിതിന്റെ ഫോൺ പരിശോധിക്കുന്നത് വ്യക്തമാണ്. നിതിൻ മരിക്കുന്നതിന് 25 മിനിറ്റ് മുൻപുള്ളതാണ് ദൃശ്യം. നിതിൻ രാജിന്റെ മരണത്തിൽ ലോൺ ആപ്പ് നടത്തിപ്പുകാർ റിമാൻഡിലാണ്. 3 പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് തലശ്ശേരി കോടതി. നോയിഡയിൽ നിന്നാണ് ഉത്തർപ്രദേശ്, ഹരിയാന സ്വദേശികളെ കണ്ണൂർ സൈബർ പോലീസ് പിടികൂടിയത്. അതിനിടെ നിതിന്റെ വീട്ടിലെത്തിയ സഹപാഠികൾ കുടുംബത്തെ ആശ്വസിപ്പിച്ചു. മകന്റെ ഓർമ്മകളിൽ കൂട്ടുകാർക്ക് മുൻപിൽ നിതിന്റെ അമ്മ പൊട്ടിക്കരഞ്ഞു. അഞ്ചരക്കണ്ടി കോളേജിലെ 33 വിദ്യാർത്ഥികളാണ് നിതിന്റെ വീട്ടിലെത്തിയത്. നിഖിൽ അളവൂരുണ്ട് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകാൻ. നിഖിൽ, ഈ സംഭവം, ദാരുണമായ സംഭവം നടന്നു കഴിഞ്ഞ് ആദ്യമായാണ് ഇത്രയധികം സഹപാഠികൾ നിതിൻ്റെ കുടുംബത്തെ കാണാനെത്തുന്നത്. തീർച്ചയായും അച്ഛനും അമ്മയ്ക്കും താങ്ങാവുന്നതിനപ്പുറമായിരുന്നു ആ നിമിഷങ്ങളെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഡോക്ടർ റാമു സംഗീതം ഇപ്പോഴും ഒളിവിലാണ്. അവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമഗ്രമായ വിവരങ്ങൾ പറയാം. അരുണ്യ, ഏതായാലും ഈ പുറത്തു വന്നിരിക്കുന്ന CCTV ദൃശ്യങ്ങൾ നിർണായകം തന്നെയാണ്. നിതിൻ രാജിൻ്റെ സഹപാഠികൾ ഉൾപ്പെടെ പറഞ്ഞത് നേരത്തെ ഈ റാം ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്നുള്ള വലിയ രീതിയിലുള്ള മാനസിക പീഡനം ഉണ്ടായപ്പോഴും നിതിൻ രാജ് പിടിച്ചു നിൽക്കും, ഡോക്ടറായി പുറത്തിറങ്ങും എന്ന ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ പൊടുന്നനെ അങ്ങനെ ഒരു തീരുമാനം നിതിൻ രാജ് എടുക്കണമെങ്കിൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഈ പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ വെച്ചായിരിക്കും എന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ സംശയം പ്രകടിപ്പിക്കുന്നത്. ഏതായാലും അത്തരത്തിലുള്ള സൂചനകൾ നൽകുന്നത് തന്നെയാണ് ഈ പുറത്തു വരുന്ന CCTV ദൃശ്യങ്ങൾ. നിതിൻ രാജ് മരിക്കുന്നതിന് ഒരു 25 മിനിറ്റ് മുന്നേ ഉള്ള ദൃശ്യങ്ങളാണിത്. ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് നിതിൻ രാജിനെ പ്രിൻസിപ്പലിൻ്റെ മുറിയിലേക്ക് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കുന്ന സമയത്ത് അവിടെ നിതിൻ രാജിൻ്റെ അധ്യാപകർ, ആ കോളേജിലെ 4 അധ്യാപകർ അവിടെ ഉണ്ടായിരുന്നു, പ്രിൻസിപ്പൽ ഉൾപ്പെടെ. പിന്നീട് ഇവർ തമ്മിൽ സംസാരിക്കുന്നു. ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ലോൺ ആപ്പുകാർ വീണ്ടും ആ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെ വിളിച്ച് അവിടെയും ഒരു ഭീഷണി സ്വരത്തിലുള്ള സംസാരം തന്നെയാണ് ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ പൂർണ്ണമായും വ്യക്തമാകുന്നില്ലെങ്കിൽ പോലും അതിലുള്ള ശബ്ദം കൂടി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഈ കോളുകൾ വരുന്നതിന് ശേഷം നിതിൻ രാജിൻ്റെ ഫോണുകൾ അധ്യാപകർ പരിശോധിക്കുന്നതും ഈ കാര്യങ്ങൾ, ഈ ഫോൺ ഉൾപ്പെടെ കാണിച്ച് നിതിൻ രാജിനോട് ഈ പ്രിൻസിപ്പൽ സംസാരിക്കുന്നതുമൊക്കെ ആ ദൃശ്യങ്ങളിൽ ഉണ്ട്. അതിനുശേഷമാണ് നിതിൻ രാജ് ആ പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങി പോകുന്നതും ജീവനൊടുക്കുന്നതും. അപ്പോൾ സ്വാഭാവികമായും ആ മുറിയിൽ സംഭവിച്ച എന്തോ ഒന്ന് മാനസികമായി നിതിൻ രാജിനെ വല്ലാതെ തളർത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നുണ്ട് ആ ദൃശ്യങ്ങളിൽ നിന്ന്. ആ തെളിവുകളാണ് നേരത്തെ തന്നെ പോലീസിൻ്റെ കയ്യിൽ ലഭിച്ചതാണ്. അതാണ് പുറത്തു വന്നിരിക്കുന്നത്. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായൊരു നീക്കം നടത്തിയിരിക്കുന്നത് കണ്ണൂർ സിറ്റി സൈബർ പോലീസാണ്. നോയിഡയിൽ വെച്ച് ഈ നിതിൻ രാജിനെ നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്ന ഓൺലൈൻ ആപ്പിൻ്റെ നടത്തിപ്പുകാരെ പിടികൂടി എന്നുള്ളതാണ്. ഇൻസ്റ്റൻറ്റ് ഫണ്ട്സ് എന്ന് പറയുന്ന ഒരു ലോൺ ആപ്പ് വഴിയാണ് നിതിൻ രാജ് 15,000 രൂപ ലോൺ എടുത്തത്. പോലീസിൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായിരിക്കുന്നത് 36% പലിശയ്ക്കാണ് ലോൺ എടുത്തത് എന്നുള്ളതാണ്. ജനുവരി മാസത്തിൽ എടുത്ത ലോണ് തിരിച്ചടക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ 9-ാം തീയതി നിരന്തരം ഏകദേശം 98 തവണ നിതിൻ രാജിൻ്റെ ഫോണിലേക്ക് ഈ സംഘം വിളിച്ചത്. ഏതായാലും ഈ ഭീഷണിപ്പെടുത്തിയ സംഘത്തെ നോയിഡയിലെത്തിയാണ് കണ്ണൂർ സിറ്റി സൈബർ പോലീസ് പിടികൂടിയത്. അവിടെ പോലീസ് കണ്ടതും ഞെട്ടിക്കുന്ന സാങ്കേതിക സംവിധാനങ്ങളായിരുന്നു എന്നുള്ളതുകൂടി ശ്രദ്ധേയമാണ്. 30ഓളം സിം കാർഡുകൾ ഉപയോഗിക്കാവുന്ന ഒരു സിം ബോക്സ് ഉപയോഗിച്ച് ഒരു സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചിൻ്റെ രീതിയിലായിരുന്നു അവിടെ ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ഏതായാലും ഈ പിടികൂടി കണ്ണൂരിലെത്തിച്ച 3 പ്രതികളെയും കണ്ണൂർ കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശ് ഘാസിയാബാദ് സ്വദേശി ഋഷികേഷ് തിവാരി, ഉത്തർപ്രദേശ് സ്വദേശി
സ്വദേശിയായ പ്രശാന്ത് കേവൽ, ഹരിയാന ഫരീദാബാദ് സ്വദേശി പ്രകാശ് ജയ് എന്നിവരെയാണ് പിടികൂടിയത്. ഇതിനൊപ്പം ഇന്നുണ്ടായിരിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ റാമിനൊപ്പം തന്നെ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ ആരോപണ വിധേയനായ മറ്റൊരു അധ്യാപകൻ കൂടിയുണ്ട്. ആ അധ്യാപകൻ സ്വയം രാജിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ വിദ്യാർത്ഥികളിൽ നിന്ന് വ്യാപകമായ പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് രാജിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഓർത്തോഡോണ്ടിക്സ് വകുപ്പ് മേധാവി ഡോക്ടർ ഹാഷിം അലിയാണ് രാജിവെച്ചത്. ഈ വിദ്യാർത്ഥികൾ ഒരു പ്രത്യേക ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്ത് വിദ്യാർത്ഥികളിൽ നിന്ന് പരാതി സ്വീകരിക്കാനുള്ള ഒരു നടപടി ആരംഭിച്ചിരുന്നു. അങ്ങനെ ആരംഭിച്ചപ്പോൾ 150-ലേറെ പരാതികൾ ലഭിച്ചു എന്നാണ് വിദ്യാർത്ഥികൾ പറഞ്ഞത്. അതിൽ ഈ ഡോക്ടർ റാമിനൊപ്പം തന്നെ സമാനമായ ആരോപണം നേരിട്ട അധ്യാപകനാണ് ഈ ഓർത്തോഡോണ്ടിക്സ് വിഭാഗത്തിൻ്റെ മേധാവി. അദ്ദേഹവും ഇന്ന് കോളേജ് മാനേജ്മെൻറ്റിന് രാജി സമർപ്പിച്ചിട്ടുണ്ട്. ഈ വിഭാഗത്തിലെ മുഴുവൻ അധ്യാപകരും ജീവനക്കാരും രാജിക്കൊരുങ്ങുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ രാജിക്കത്ത് നൽകിയിട്ടുണ്ടെങ്കിലും മാനേജ്മെൻറ്റ് ഇതുവരെ ഈ രാജിക്കത്ത് സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും ഒടുവിലുള്ള വിവരം. ഏതായാലും ഇന്ന് ഇതൊക്കെയാണ് അന്വേഷണവുമായൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങളെങ്കിൽ ഏറ്റവും ഒടുവിൽ നമ്മളിപ്പോൾ കാണിച്ചതുപോലെ നിതിൻ രാജിൻ്റെ വീട്ടിൽ നിന്നുള്ള ആ ദൃശ്യങ്ങളാണ്. നിതിൻ രാജിൻ്റെ സഹപാഠികൾ ഈ ഒരു മരണശേഷം ഇന്ന് ആദ്യമായാണ് ആ വീട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ അവരെ കാണുമ്പോൾ സ്വാഭാവികമായും ആ അമ്മയുടെ പ്രതികരണം അത് വല്ലാതെ വൈകാരികമാണ് എന്നുള്ളത് തന്നെയാണ്. ആ പ്രതികരണം നമ്മൾ കണ്ടു. ഈ വിദ്യാർത്ഥികൾ പറഞ്ഞിരുന്ന ഒരു കാര്യം, തങ്ങൾ ഈ നിതിൻ രാജിൻ്റെ വീട്ടിലേക്ക് മരിച്ച വിവരം പുറത്തു വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ അങ്ങോട്ട് പോകാനിരുന്നതാണ്. പക്ഷേ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ പോകണമെന്നതുൾപ്പെടെയായിരുന്നു മാനേജ്മെൻറ്റ് അക്കാര്യത്തിൽ പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് പോകാതിരുന്നത് എന്നതായിരുന്നു വിദ്യാർത്ഥികൾ പറഞ്ഞിരുന്നത്. ഏതായാലും ഇത് പിന്നീട് മാനേജ്മെൻറ്റിനെതിരെ വലിയ ഇടപെടുകയാണ്. അതിൽ ഈ ലോൺ ആപ്പ് നടത്തിപ്പുകാരെ കൂടി റിമാൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. നേരത്തെ ഈ കേസിന് തുടക്കഘട്ടത്തിൽ തന്നെ DGP അടക്കം നിർദ്ദേശം നൽകിയിരുന്നു. ഈ ലോൺ ആപ്പിൽ മാത്രം കേന്ദ്രീകരിച്ച് അതിൽ മാത്രം ഇത് ഒതുങ്ങി പോകരുത്, കൃത്യമായി തന്നെ മറുവശത്ത് കൂടി അന്വേഷണം നടത്തണമെന്ന്. ഇപ്പോൾ രണ്ട് ഭാഗത്തും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. അപ്പോൾ ഈ ലോൺ ആപ്പുകാരെ കൃത്യമായി തന്നെ ആ രീതിയിൽ പോലീസ് കൃത്യമായി തന്നെ പിടികൂടി ആ ഇടപെടൽ, അതിലെ ആ കേസ് അന്വേഷണം കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? തീർച്ചയായും ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ പോലീസ് കടന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. സമാന്തരമായി ഇതിൻ്റെ മറ്റു വശങ്ങളിലെല്ലാം അന്വേഷണം നടക്കുകയും മൊഴി രേഖപ്പെടുത്തലുകളൊക്കെ നടക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ലോൺ ആപ്പിൻ്റെ കാര്യത്തിൽ സൈബർ പോലീസ് വളരെ സമഗ്രമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തി എന്ന് തന്നെ പറയണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സിംബോക്സ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉപയോഗിച്ച് ഒരു സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് രീതിയിലായിരുന്നു ഇവരുടെ പ്രവർത്തനം. ഒരേ സമയം 30-35 സിം കാർഡുകളാണ് ഉപയോഗിക്കുന്നത്. അതൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് നിയന്ത്രിക്കുക. അങ്ങനെ പല നമ്പറുകളിൽ നിന്ന് നിരന്തരം ഒരു നമ്പർ ആ ആപ്ലിക്കേഷനിലേക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിരന്തരം ഈ പല നമ്പറുകളിൽ നിന്ന് മാറി മാറി കോളുകൾ വരുന്ന രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനം. അങ്ങനെയാണ് ഈ ഭീഷണി സന്ദേശങ്ങൾ വന്നിരുന്നത്. ഏതായാലും ഈ സൈബർ പോലീസിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് വളരെ രൂക്ഷമായ ഭാഷയിലുള്ള സംസാരമാണ് ഈ തട്ടിപ്പ് സംഘം നടത്തിക്കൊണ്ടിരുന്നത്. വലിയ ഭീഷണിയായിരുന്നു, തെറിവിളികൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നത് ഈ സൈബർ പോലീസിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുമുണ്ട്. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു നമ്പറിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ നമ്പർ സ്വിച്ച് ഓഫ് ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. അങ്ങനെ വലിയ പ്രതിസന്ധി ഇതിൻ്റെ അന്വേഷണത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ കൃത്യമായ അന്വേഷണത്തിലൂടെ തന്നെ പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞു. വളരെ നിഖിൽ, വിവരങ്ങൾക്ക് നന്ദി. എന്തായാലും ലോൺ ആപ്പ് നടത്തിപ്പുകാരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം കൃത്യമായി തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട്. നിഖിൽ അളവൂരാണ് വിവരങ്ങൾ നൽകിയത്.